അധ്യായങ്ങളെ ആസ്പദമാക്കിയാണ്. അതിൽ നിന്ന് നാം മനസ്സിലാക്കി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന്, ദൈവം നമ്മെ എങ്ങനെ സൃഷ്ടിച്ചു എന്നും നാം മനസ്സിലാക്കി. ശേഷം നമ്മൾ പഠിച്ചു നന്മ തിന്മകളെ കുറിച്ച് അറിവിന്റെ വൃക്ഷഫലം അത് കഴിക്കരുത് എന്ന് ദൈവം കൽപ്പിക്കുന്നതിന് കാരണം നന്മ തിന്മ വേർതിരിക്കുവാനും വിധിക്കുവാനും കൽപ്പിക്കുവാനും അധികാരം സർവശക്തനായ ദൈവത്തിന് മാത്രമാണ്. അതേസമയം വ്യക്തമായി വെളിപാടിന്റെ പുസ്തകത്തിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷഫലം തിന്ന് തേജസ് നഷ്ടപ്പെടുത്തി ദൈവസന്നിധി മരിച്ച അല്ലെങ്കിൽ നഗ്നരായ ദൈവ തേജസ് നഷ്ടപ്പെടുത്തിയ മനുഷ്യൻ ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ പഠിക്കുന്നത് ഇങ്ങനെയാണ്: അവൻ ജീവന്റെ വൃക്ഷഫലം കൂടെ പറിച്ച് അത് കഴിച്ച് എന്നേക്കും ജീവിച്ചിരിക്കാതിരിക്കാൻ എന്ത് ചെയ്തു? ഏദനിൽ നിന്ന് ദൈവം അവനെ പുറത്താക്കി കെരൂബുകളെ അവിടെ കാവൽ നിർത്തി. ഇതേ അനുഭവം നാം ഉൽപ്പത്തി പുസ്തകത്തിൽ പഠിക്കുന്ന അനുഭവം ഈ ജീവവൃക്ഷഫലം ഒരു നാൾ അവിടുത്തെ സന്നിധിയിൽ അവിടുത്തെ മക്കൾക്ക് സർവശക്തനാത്വം നൽകുമെന്ന് വ്യക്തമായി വെളിപാട് പുസ്തകത്തിൽ അരുളി ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ! നിങ്ങളത് വായിച്ചിട്ടുണ്ടോ? ജയിക്കുന്നവന് ജീവവൃക്ഷത്തിന്റെ ഫലം നൽകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, ദൈവം നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷഫലമായാലും ജീവവൃക്ഷത്തിന്റെ ഫലമായാലും ഇതൊക്കെ നട്ടതിനും അവിടെ അതിന്റെ ഫലം ഉണ്ടായതിനുമൊക്കെ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. മനുഷ്യനെ സൃഷ്ടിച്ചതിന് ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. വ്യക്തമായി മനസ്സിലാക്കുക, ദൈവത്തെ നാം ശാസ്ത്രീയമായി തെളിയിക്കുന്നതിന് വേണ്ടി ദൈവം തന്നതല്ല തിരുവെഴുത്ത്. മനസ്സിലാക്കണം. ദൈവത്തെ നമ്മൾ ശാസ്ത്രീയമായി തെളിയിച്ച് കണ്ടെത്തുന്നതിന് വേണ്ടി തന്നിട്ടുള്ള പുസ്തകമല്ല വേദപുസ്തകം. പ്രത്യുത ഒരു മനുഷ്യൻ ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം എങ്ങനെ ആയിരിക്കണം ജീവിക്കേണ്ടത് എന്ന് അവൻ പഠിക്കേണ്ടുന്നതിന് ദൈവം നൽകിയിട്ടുള്ളത് മാത്രമാണ്. അതായത് ഒരു മനുഷ്യൻ ദൈവത്തെ അറിഞ്ഞ് ദൈവത്തിൽ വിനയപ്പെടേണ്ടതിന് മാത്രമാണ് ദൈവം ഇത് നൽകിയിരിക്കുന്നത്. ഹല്ലേലൂയ! മനസ്സിലാക്കണം. ISROയുടെ ഇപ്പോഴത്തെ ചെയർമാനാണ് എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ചെറിയ ക്ലിപ്പ് കണ്ടതാണ്. നമ്മൾ ഈ 2D 3D ദൃശ്യങ്ങളൊക്കെ പറയാറുണ്ടല്ലോ, അല്ലേ? 2D 3D മനസ്സിലാവുണ്ടോ? ഒരു പക്ഷേ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: സൗഹൃദത്തില് ഈ 2D 3D കാര്യങ്ങളല്ല, കുറച്ചുകൂടെ അപ്പുറമാണ് പറയുന്നത്. പഠിക്കുന്ന മക്കള് ഇതൊന്ന് നോട്ട് ചെയ്തു, ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കോ. അല്പം കൂടെ ഞാനത് മനസ്സിലാക്കി ഒരവസരത്തെ പറയാൻ പറ്റുമെങ്കിൽ പറയാം. അതിങ്ങനെയുള്ളൂ. 11D എന്നാണ് പറയുന്നത്, ഡൈനാമിഷൻ. അതായത് 11-ലധികം. ഇപ്പോ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: 2D എന്ന് പറയുന്ന ആ ഒരു സംഗതിയെ പോലും നമുക്ക് മനസ്സിലാക്കാനായിട്ട് നമുക്ക് പറ്റാത്തൊരവസ്ഥയാണ്. ഇപ്പൊ 3D എന്നുള്ള ഒരു തലം നമ്മൾ പറയുന്നത്, നമ്മൾ ഈ സ്കെച്ചൊക്കെ വരയ്ക്കുമ്പോൾ, ഈ വീട് വെക്കാനൊക്കെ വരയ്ക്കുമ്പോൾ അവരൊരു സ്ട്രക്ചർ, വീട് എങ്ങനെ ആയിരിക്കും എന്നുള്ള ഒരു സംഗതി വരച്ച് പിക്ചറായിട്ട് കാണിച്ചു തരത്തില്ല. ഇതാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലാവുണ്ടോ? അപ്പോ അത് 2D 3D ആ ഒരു തരത്തിൽ നിൽക്കുന്നേ ഉള്ളൂ. പക്ഷെ സൗരയുധവുമായി ബന്ധപ്പെട്ട് പ്രപഞ്ചവുമായി ബന്ധപ്പെട്ട് ശാസ്ത്രജ്ഞന്മാർ പഠിക്കുമ്പോഴും മനസ്സിലാക്കുമ്പോഴും ഈ 11D എന്നുള്ള ഒരു തലത്തിലോട്ടൊക്കെയാണ് പറയുന്നത്. കഴിയുമെങ്കിൽ ഞാൻ ആ വീഡിയോ ഇനി കണ്ടാൽ നിങ്ങൾക്കത് ചർച്ച ഗ്രൂപ്പിൽ ഒന്ന് ഷെയർ ചെയ്ത് ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ പോലും അറിയാത്ത എത്രയോ കോടിക്കണക്കിന് കാര്യങ്ങൾ, പ്രപഞ്ച സത്യങ്ങൾ നാം ജീവിക്കുന്ന ഈ ഭൂമിയിലും ഈ സൗരയുധത്തിലും പ്രപഞ്ചത്തിലും നിറഞ്ഞു നിൽക്കുന്നു. ഹല്ലേലൂയ! ലളിതമായി ഞാൻ മനസ്സിലാക്കുക, നമ്മൾ ഈ ഭൂമിയിൽ നിന്നുകൊണ്ട് റോക്കറ്റുകളെ സൗരയുധത്തിൽ പല ഗ്രഹത്തിലൊക്കെ അയച്ച് പഠിക്കുന്നുണ്ട്, ഇല്ലേ? ഗ്രഹങ്ങളിലും ഉപഗ്രഹങ്ങളിലും സൂര്യനെ ലക്ഷ്യമാക്കി ഒക്കെ പഠിക്കാൻ അയക്കുന്നുണ്ട്. നിങ്ങൾ ശാസ്ത്രീയമായി തന്നെ മനസ്സിലാക്കുക, നമ്മുടെ ഈ ഒരു കടലിലെ സമുദ്രത്തിന്റെ അകത്തട്ട് പോലും ശരിക്കൊന്ന് മനസ്സിലാക്കുവാൻ കഴിയാത്ത വിധം അജ്ഞരാണ് മനുഷ്യരെന്ന് വ്യക്തമായിട്ട് ശാസ്ത്രം പറയുന്നുണ്ട്. മനസ്സിലാവുണ്ടോ? ഇട്ടാവട്ടത്തുള്ള നമ്മുടെ ഈ ഭൂമിയെ പോലും ശരിക്കൊന്ന് മനസ്സിലാക്കുവാൻ, അതിലുള്ളത് എന്തെന്നറിയുവാൻ, ആഴക്കടലിലുള്ളത് എന്തെന്നറിയുവാൻ പോലും മനുഷ്യന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ പലപ്പോഴും നമ്മളാണ് എല്ലാമായി
എന്ന ഒരു മേനിയോടെ അഹങ്കാരത്തോടെ ഒക്കെ ജീവിക്കുന്നത് പാടില്ലെന്നാണ്. അത് ഞാൻ പറഞ്ഞു വന്നതിന്റെ ആശയം, ദൈവം നാം എന്തറിയണമെന്ന് ദൈവം ആഗ്രഹിച്ച കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഈ തിരുവെഴുത്തിലൂടെ മനസ്സിലാക്കുന്നത്. അതിനപ്പുറം എന്തുമാത്രം വിശാലമായി ദൈവത്തെ അറിയുവാനായിട്ടിരിക്കുന്നു. കഴിഞ്ഞ ഒരു ആരാധന, പരിശുദ്ധാരാധന ഇങ്ങനെ വായിച്ചില്ലേ നമ്മൾ, ദൈവം ഭൂമിയിൽ നിന്ന് വിലക്കെടുത്തവർക്ക് മാത്രമേ ആ പാട്ട് പഠിക്കുവാനും പാടുവാനും കഴിഞ്ഞുള്ളൂ. അങ്ങനെ വായിച്ച നമ്മൾ ഹല്ലേലൂയ മനസ്സിലാക്കാം. അപ്പൊ നമ്മൾ അറിയാത്ത എന്തുമാത്രം കാര്യങ്ങളുണ്ടെന്നാണ്. അപ്പൊ അത് നമ്മൾ സമ്മതിക്കുക, ദൈവസഭത്തിന് വിധേയപ്പെടുക. അപ്പൊ ഞാൻ പറഞ്ഞു നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷഫലത്തിന്റെ ആ ഒരു അനുഭവം നമ്മൾ പഠിച്ചു. ശേഷം ആദാം ഹവ്വയും കൂടെ അത്തിയുടെ കൂട്ടിത്തുന്നി ഉടുപ്പിട്ടുവെങ്കിലും ഉടുപ്പിട്ടുകൊണ്ട് നിന്ന് അവരോട് ദൈവം നിങ്ങൾ എവിടെ ചോദിക്കുമ്പോൾ അവർ സമ്മതിക്കുകയാണ്, ഞങ്ങൾ ഉടുപ്പ് തന്നെത്താനെ ഉണ്ടാക്കി ധരിച്ചുവെങ്കിലും ഞങ്ങൾ ഇപ്പോഴും നഗ്നരാണ്. ദൈവസന്നിധിയിൽ അവർ പറയുകയാണ്. ശേഷം ദൈവം അവരെ അവിടെ നിന്ന് പുറത്താക്കുന്നു. ശേഷം കയീൻ ഹാബേൽ, അതിൽ കയീന്റെ ജീവിതത്തെ കുറിച്ച് ചിലത് പറഞ്ഞു. ഹാബേലിന് പകരം നൽകിയ ശേത്തിനെ കുറിച്ച് പറഞ്ഞു. ഓടിച്ചാണ് പറഞ്ഞത്. നമുക്കിന്ന് കയീൻ തൊട്ട് വീണ്ടും തുടങ്ങണം. അല്പം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഹല്ലേലൂയ. ബോറടിക്കുന്നുണ്ടോ? ബോറടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എണീറ്റുന്ന ഹല്ലേലൂയൊക്കെ പറഞ്ഞിട്ടിരിക്കും. കാരണം ഉറക്കം വരും കേട്ടോ, സത്യമായിട്ട് ഉറക്കം വരും, കോട്ടുമായിട്ടും ക്ഷീണം വരും, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരും. സയൻസ് പറയുന്നത് എങ്ങനെയാണ്, പരമാവധി 20 മിനിറ്റാണ് ശ്രദ്ധിച്ചിരിക്കാൻ ഒരു മനുഷ്യന് കിട്ടിയിട്ടുള്ള കാര്യം, പരമാവധി 20 മിനിറ്റ്. പക്ഷെ നമ്മൾ ഇതിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം, വചനം നമ്മൾ മനസ്സിലാക്കണം. അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ട് പോകും. അതുകൊണ്ട് നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഞാൻ ചോദിക്കട്ടെ, തിരുവെഴുത്തിൽ 4 സുവിശേഷങ്ങളുണ്ട്. 4 സുവിശേഷങ്ങൾ അല്ലേ? ഏതൊക്കെയാ? മത്തായി, പരിശുദ്ധ സുവിശേഷം, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. ഇതിൽ എത്ര സുവിശേഷങ്ങളിലാണ് ഈ ക്രിസ്തുവിന്റെ വംശാവലി പറഞ്ഞിട്ടുള്ളത്? എത്ര സുവിശേഷങ്ങളിലാണ്? പെട്ടെന്ന് വായിച്ചിട്ടില്ലേ? വംശാവലി മത്തായി പരിശുദ്ധ സുവിശേഷത്തിൽ വംശാവലിയോടുകൂടിയാണ് ആരംഭിക്കുന്നത് അല്ലേ? ആണോ? അല്ലേ? അത് മുഴുവനും വായിച്ചിട്ടില്ല. എത്ര പേരുണ്ട്? വംശാവലി എല്ലാ പേരും ശരി. ആരുടെ പേരിലാണ് തുടങ്ങുന്നത്? മത്തായി പരിശുദ്ധ സുവിശേഷത്തിലാണ് ഞാൻ ചോദിക്കുന്നത്. ആരുടെ പേരിലാണ് തുടങ്ങുന്നത്? പറഞ്ഞില്ലേ? അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ വംശാവലി. അബ്രഹാം ഇസഹാക്കിനെ ജനിപ്പിച്ചു, ഇസഹാക്ക് യാക്കോബിനെ, യാക്കോബ് യഹൂദയെ, അങ്ങനെയല്ലേ? അങ്ങനെ പറഞ്ഞാണ് മുമ്പോട്ട് പോകുന്നത് അല്ലേ? ഇനി ഒരു സുവിശേഷത്തിന് കൂടെ വംശാവലി ഉണ്ട്. ഏത് സുവിശേഷത്തില്? യോഹന്നാനല്ല, ലൂക്കോസ് എഴുതിച്ച സുവിശേഷത്തില് എന്തുണ്ട്? വംശാവലി. 1-ാമത്തെ അധ്യായത്തിൽ നിങ്ങൾ നോക്കിയിട്ട് കാര്യമില്ല, കിട്ടത്തില്ല. 1-ാമത്തെ അധ്യായത്തിൽ എന്തില്ല? വംശാവലി ഉണ്ടോ? ഇല്ല. 2-ാമത്തെ അധ്യായത്തിൽ നിങ്ങൾ നോക്കിയിട്ട് കാര്യമില്ല, കിട്ടത്തില്ല. 3-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ 23-ാമത്തെ വാക്യം, യേശു താൻ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ ഏകദേശം 30 വയസ്സായിരുന്നു. ഹല്ലേലൂയ. 30-ാമത്തെ തിരുവയസ്സിലാണ് ആര് ശുശ്രൂഷ ആരംഭിച്ചത്? തമ്പുരാൻ. നമ്മളെല്ലാവരും പറയാം 30 തിരുവയസ്സിൽ ശുശ്രൂഷ ആരംഭിച്ചു, 33 തിരുവയസ്സിൽ അല്ലെങ്കിൽ 33 വയസ്സിലൊക്കെ മരിച്ചു എന്നൊക്കെ പറയാറുണ്ട് അല്ലേ? തിരുവചനം വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആർക്കോ തോന്നിയതുപോലെ പറഞ്ഞതല്ല. എത്ര വയസ്സിലാണ്? 33 വയസ്സിലാണ് തുടങ്ങിയത്. പോട്ടെ. ശേഷം വംശാവലി പറഞ്ഞു തുടങ്ങിയാണ്. അവൻ ആര്? യേശു യോസേഫിന്റെ മകൻ എന്ന് ജനം വിചാരിച്ചു. അവിടെ യോസേഫിന്റെ പിന്തലമുറക്കാരെ പറഞ്ഞു പോകും. യോസേഫ് ആരുടെ മകൻ? ഹേലിയുടെ മകൻ. ഹേലി മഥാത്തിന്റെ മകൻ. മഥാത്ത് ലേവിയുടെ മകൻ. ഇങ്ങനെ പോവും. നമുക്കിതല്ല. ഏറ്റവും അവസാനം 38-ാമത്തെ വാക്യം. ഇനി നിങ്ങൾ തിരിച്ചു വായിക്കണം എന്ന് പറഞ്ഞാൽ മകൻ ദൈവത്തിന്റെ ആദാം, അങ്ങനെയല്ല. എന്താണ്? 38 അവസാനം ആദാം ദൈവത്തിന്റെ മകൻ. കണ്ടോ? ആദാം ദൈവത്തിന്റെ മകൻ. അടുത്ത് ആദാമിന്റെ മകൻ ആരാണ്? ശേത്ത്. എന്തുകൊണ്ട് കയീനെ പറഞ്ഞില്ല? എന്തുകൊണ്ട് കയീനെ പറഞ്ഞില്ല? അതിന്റെ കാരണം നമ്മൾ കണ്ടുപിടിക്കും. അടുത്ത് ശേത്തിന്റെ മകൻ ആരാണ്? ശേത്തിന്റെ മകൻ ഏനോസ്. കണ്ടോ? ഏനോസിന്റെ മകൻ ആരാണ്? കൈനാന്റെ മകൻ ആരാണ്?
ആരാണ്? കണ്ടില്ല നിങ്ങൾ? മലൻമോയിൽ അദ്ദേഹത്തിന്റെ മകൻ യാരദ്, യാരദിന്റെ മകൻ ഹാനോക്ക്, കണ്ടോ? ഹാനോക്കിന്റെ മകൻ മെതുശല, മെതുശലയുടെ മകൻ ലാമേക്ക്, ലാമേക്കിന്റെ മകൻ നോഹ, നോഹയുടെ മകൻ ഷേം, ഷേം. കണ്ടോ? കണ്ടോ? ഇന്നലെ നമ്മളത് വായിച്ചോ? കുറച്ച് ഓടിച്ചൊന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ കുറിച്ചിട്ട് കൊള്ളാം. ആദാം ദൈവത്തിന്റെ മകൻ. ആദാം ആരുടെ മകൻ? ദൈവത്തിന്റെ മകൻ. ഹല്ലേലൂയ. നമുക്കിനി ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് പോകും. ഉൽപ്പത്തി പുസ്തകം നാലാമത്തെ അധ്യായം. അതിൽ കയ്യിലും ഹാബേലും യാഗം അർപ്പിച്ചു. അതിൽ ദൈവം പ്രസാദിച്ചത് ഹാബേലിനെ കയ്യിൽ എന്ത് ചെയ്തു? ഹാബേലിനെ കൊന്നു. അവിടെ ശ്രദ്ധിക്കണം, കൊല്ലുന്നതിന് മുമ്പ് ദൈവം കയ്യിനോട് ഇടപെടുന്നുണ്ട്. കയ്യിനോട് പറയുന്നത് എന്താണ്? കയ്യിലെ എന്തിനാണ് നിനക്ക് കോപമുണ്ടായി നിന്റെ മുഖം വാടിയത്? ദൈവം ചോദിക്കുകയാണ്, അല്ലേ? നീ കോപിക്കുന്നത് എന്തിന്? നിന്റെ മുഖം വാടിയത് എന്തിന്? നിനക്ക് നന്മ നീ ചെയ്താൽ നിനക്ക് പ്രസാദം ഉണ്ടാകും, അല്ലേ? തിന്മ ചെയ്താലോ പാപം നിന്നെ വഴിയിൽ കിടപ്പുണ്ട്, അതിന്റെ ആഗ്രഹം നിങ്ങളിലേക്കാകുന്നു, നീയോ അതിനെ കീഴടക്കണം. ദൈവം മുന്നറിയിപ്പ് നൽകിയോ? നൽകിയില്ലേ? കയ്യിൽ പാപം ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്തു? ദൈവം മുന്നറിയിപ്പ് നൽകി. ഇനി തൊട്ട് മുമ്പിലോട്ട് കയ്യിലെ പിതാവിന്റെ മാതാവിന്റെ ജീവിതം ഒന്ന് പഠിക്കും. ആദമും ഹവ്വയും പാപം ചെയ്യുന്നതിന് മുൻപ് എന്ത് ചെയ്തു? മുന്നറിയിപ്പ് നൽകി. നിങ്ങൾ തോട്ടത്തിന്റെ നടുവിലുള്ള നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷഫലം എന്ത് ചെയ്യരുത്? തുടരരുത്, തിന്നരുത്, കഴിക്കരുത്. മുന്നറിയിപ്പ് നൽകി. ഹല്ലേലൂയ. ദൈവം നമ്മിൽ ആഗ്രഹിക്കുന്ന അനുഭവം, തിന്മ ചെയ്യരുത് എന്ന് ദൈവം നമ്മിൽ ആഗ്രഹിക്കുക മാത്രമല്ല മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നു. എന്നാൽ കയ്യിന് ദൈവം പറഞ്ഞത് ഉൾക്കൊള്ളുവാൻ കഴിയാതെ ഹാബേലിനെ കൊന്നു. എന്നിട്ട് കയ്യിൽ ഓടി രക്ഷപ്പെടുന്നുണ്ട്. ദൈവത്തിന്റെ സന്നദ്ധിയിൽ നിന്ന് ഓടിയെന്നാണ്. അവനിങ്ങനെ ഭൂമിയിൽ ഉഴലുന്നവനായി തീർന്നു, അല്ലേ? അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, 14-ാമത്തെ വാക്യം, 4-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യം. വേദപുസ്തകം ഉപയോഗിക്കണം കേട്ടോ, വേദപുസ്തകം ഉപയോഗിക്കണം. അങ്ങനെ കയ്യിൽ യഹോവയുടെ സന്നദ്ധിയിൽ നിന്ന് പുറപ്പെട്ട് ഏദന് കിഴക്ക് നോദ് ദേശത്ത് ചെന്ന് പാർത്തു. ഞാൻ പറഞ്ഞു, ആദാമിന്റെ മകൻ കയ്യിൽ എന്നല്ല പറഞ്ഞിരിക്കുന്നത്, അല്ലെ? മൂത്ത മകൻ കയ്യിൽ എന്നല്ല പറഞ്ഞിരിക്കുന്നത്, വംശാവലിയിൽ പറഞ്ഞിരിക്കുന്നത് ശേത്തിന്റെ പേര്. അതിനുള്ള കാരണമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പൊ കയ്യിൽ എവിടെ നിന്ന് പുറപ്പെട്ടു പോയി? ആരുടെ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ടു പോയി? ദൈവത്തിന്റെ, യഹോവയുടെ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ട് എവിടെ പോയി? കിഴക്ക് നോദ് ദേശത്ത് ചെന്ന് പാർത്തു. ഹല്ലേലൂയ. ഇത് പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവത്തിൽ നിന്ന് അകലുന്നവന്റെ ജീവിതം എന്തായിത്തീരുമെന്ന് പറയുകയാണ്. ദൈവത്തിൽ നിന്ന് അകലുന്നവന്റെ ജീവിതം മനസ്സിലായോ? ഇതില് ദൈവം വിട്ടുവീഴ്ച ചെയ്യും. എന്താണ് പറയുന്നത്? ദൈവത്തെ അറിയാതെ അറിവില്ലായ്മ കൊണ്ടായിരിക്കുന്നത് ദൈവം ക്ഷമിക്കുമെന്ന് പറയുന്നത്. പക്ഷെ ദൈവത്തെ അറിഞ്ഞിട്ടും ദൈവത്തെ അനുഭവിച്ചിട്ടും വീണ്ടും തെറ്റിപ്പോയാൽ, വീണ്ടും ചെയ്തത് തന്നെ ആവർത്തിച്ചാൽ ദൈവം സന്ദർശിക്കുമെന്ന് വ്യക്തമായി വചനം പഠിപ്പിക്കുന്നു. പലപ്പോഴും നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ദൈവം സ്നേഹവാനാണ്, ദൈവം കരുണാമയൻ ഒക്കെയാണ് കേട്ടോ, ദീർഘക്ഷമയുള്ളവനാണ്, ഒക്കെ ശരിയാണ്. പക്ഷേ നാം പാപം ചെയ്ത് പാപം തുടർന്നുകൊണ്ടിരുന്നാൽ അവിടെ ദൈവത്തിന്റെ ക്ഷമയ്ക്കല്ല, കോപത്തിനാണ് ഇടകൊടുക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ മനസ്സിലാക്കണം, ആദിയിൽ പാപം കടന്നു വരുന്നതിന് പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാരണം കോപമാണ്. കോപം നമുക്കുണ്ടോ? കോപിച്ചിട്ടുണ്ടോ? ദേഷ്യം വരാറുണ്ടോ? കോപിച്ചിട്ടുണ്ടോ? സത്യമായിട്ടും കഴിഞ്ഞു പോയ ആഴ്ചയിൽ എൻ്റെ കയ്യിൽ നിന്ന് പോയി കേട്ടോ. പിന്നെയാണ് ഇത് ചിന്തിക്കുന്നത്, വേണ്ടായിരുന്നു അല്ലേ? ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ? ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. വായിൽ നിന്ന് വീണ വാക്ക്, അസ്ത്രത്തിൽ നിന്ന് തൊടുത്തു വിട്ട അമ്പോ എവിടെയെങ്കിലും മുറപ്പെടുത്തും. കോപം ഇനി നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്, ഞാനും നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്, കർത്താവേ എന്റെ ജീവിതത്തിലെ കോപത്തിന്റെ അശുദ്ധാത്മാവിനെ നീക്കിത്തരണമേ. ഹല്ലേലൂയ. ശുദ്ധീകരണത്തിന്റെ അനുഭവങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവിനോട് പ്രാർത്ഥിക്കേണ്ടത്, കർത്താവേ നിന്നെ എന്തുമാത്രം പീഡിപ്പിച്ചു, എന്തുമാത്രം ഉപദ്രവിച്ചു. ഒന്ന് ചിന്തിച്ചു നോക്ക്. കാൽവരിയിലെ അരങ്ങം എന്നിട്ട് കോപിച്ചു പറഞ്ഞാൽ ഇവർ ചെയ്യുന്നത് ഇവർക്ക് അറിവില്ലായ്മ കൊണ്ടാണ്, അതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. നോക്കിയേ,
നമ്മളാണെങ്കിലും അറിഞ്ഞൂടാതെ ചെയ്യുന്നു, അറിയാതെ ചെയ്യുന്നു, നിനക്ക് ഞാൻ കാണിച്ചു തരാടാ. പകപോക്കൽ അല്ലേ, പക കൊണ്ട് നടക്കൽ അല്ലേ, തിരിച്ച് ചെയ്യണം, പകരം ചെയ്യണം, പകരം ചെയ്യണം. ഇതാണ് നമ്മുടെ മൈൻഡ്. മുമ്പോട്ട് വരുമ്പോൾ അതിനൊന്ന് ഞാൻ വ്യക്തമാക്കി തരാം. നമ്മൾ ദൈവത്തിന്റെ മക്കളാണോ അതോ ഇങ്ങനെ കയ്യിന്റെ ആ തെറ്റിയ ജീവിതത്തിൽ മനുഷ്യന്റെ മക്കളായിട്ടാണോ നമ്മൾ ജീവിക്കുന്നതെന്ന് മുമ്പോട്ട് നമുക്ക് പഠിക്കണം. അപ്പോൾ ആദ്യമായി കർത്താവ് പറയുന്നുണ്ട്, കോപമാണ് ചോരച്ചൊരിച്ചിലിന്, രക്തച്ചൊരിച്ചിലിന് കാരണമായി തീർന്നത്. അപ്പൻ ചെയ്തതിനേക്കാൾ വലിയ പാപം മകൻ ചെയ്തു. സ്വന്തം രക്തത്തിലുള്ളവനെ കൊന്നവന്റെ രക്തം ഭൂമിയിൽ വീണ ദൈവത്തോട് നിലവിളിക്കുന്നു. അച്ഛനെ വ്യക്തമായി പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കണം, ദൈവമേ, നീ എനിക്ക് വേണ്ടി കാൽവരിയിൽ ചിന്തിയ രക്തം എന്നിലേക്ക് ഒഴുകി ഇറങ്ങണം. എന്റെ ജീവിതത്തെ നയിക്കുന്ന കോപമെന്ന അശുദ്ധാത്മാവിനെ ഹല്ലേലൂയ പൂർണ്ണമായി കഴുകി അതിൽ നിന്ന് എന്നെ വിശുദ്ധീകരിക്കണം. ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, കോപം വികാരത്തിന് അതീതനാകുമ്പോഴാണ് കോപം ഉണ്ടാകുന്നത്, കോപിച്ചു പോകുന്നത്. സങ്കടം എന്തെങ്കിലും വിഷമുണ്ടാകും, പിന്നെ അതിനെ ചിന്തിച്ച് കോപിച്ച് പിന്നെ വായിൽ വരുന്നതൊക്കെ വിളിച്ചു പറയുന്നു, കൈയൂക്ക് കാണിക്കുന്നു അല്ലെ, വീമ്പുകൾ പറയുന്നു, പൊട്ടിത്തെറിക്കുന്നു, മനസമാധാനം നഷ്ടപ്പെടും. സമാധാനം ഉണ്ടാവും പിന്നെ ഇല്ല, എരിങ്ങി വിങ്ങി പിന്നെ ഇത് തന്നെ ചിന്തിച്ച് എരുതിയിൽ എണ്ണ ഒഴിച്ചത് കണക്ക് മനസ്സ് കിടന്ന് കത്തും. പ്രിയമുള്ളവരെ, തമ്പുരാൻ പറയുന്നത് എന്താണ്? കോപിക്കരുത്. കോപിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം? സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് അത് ക്രമപ്പെടുത്തിക്കൊള്ളണം. വചനമുണ്ട് കേട്ടോ, വചനമുണ്ട്. കോപിക്കുന്നവൻ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് അതിനെ ക്രമപ്പെടുത്തിക്കൊള്ളണം. പിന്നെ വച്ചുകൊണ്ടിരിക്കാൻ പാടില്ല, നാളത്തേക്ക് വച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. കോപം മനുഷ്യന്റെ ജീവിതത്തിൽ വരും, അതിനെ ക്രമപ്പെടുത്തണം. ഹല്ലേലൂയ. കോപത്തിൽ നിന്ന് ഒരു വിശദീകരണം നമ്മൾ ആഗ്രഹിക്കണം. ഹല്ലേലൂയ. നമ്മുടെ മക്കളെയൊക്കെ നമ്മൾ സ്കൂളിലൊക്കെ പഠിപ്പിക്കാറുണ്ട്. വ്യക്തി നന്നായാൽ കുടുംബം നന്നാവും, കുടുംബം നന്നായാൽ പിന്നെ ദേശം നന്നായാൽ രാജ്യം നന്നായാൽ ലോകം നന്നാവും. ഹല്ലേലൂയ. വ്യക്തി നന്നാവണമെങ്കിൽ അവൻ വിചാരിക്കണം, ഞാൻ നന്നാവണമെങ്കിൽ തമ്പുരാൻ വിചാരിക്കണം. ഹല്ലേലൂയ. അതൊക്കെ പക്ഷേ എന്നിലുള്ള കുറവ്, എന്നിലുള്ള ബലഹീനത, എന്റെ തെറ്റ് ഞാൻ സമ്മതിച്ച് വിനയപ്പെട്ട് അത് ഉപേക്ഷിക്കുവാൻ തയ്യാറായാലേ ഒരു നന്നാകലുള്ളൂ, ഒരു ശുദ്ധീകരണമുള്ളൂ. അല്ല, ഞാൻ പ്രേമൻ, ഞാൻ മിടുക്കൻ എന്ന് പറഞ്ഞ് വീണ്ടും പന്നിക്കൂട്ടത്തിന്റെ ഇടയിൽ മുത്തിൽ കിടക്കുന്നത് കണക്ക് നമ്മൾ നമ്മുടെ ജീവിതത്തെ നശിപ്പിച്ച് കളയരുത്. അതിനൊരു മൂല്യവും കാണത്തില്ല. പന്നി കിടന്ന് ചെടിയിൽ മറയും അതിനിടയിൽ നഷ്ടപ്പെട്ടു അത് കണക്ക്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അല്പം കൂടെ ഒന്ന് ഗൗരവത്തോടെ എടുക്കണം. നമ്മുടെ കോപം അത് അശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണ്. മാറ്റിക്കളയുവാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നതോടൊപ്പം ദൈവത്തോട് പ്രാർത്ഥിക്കണം. നമ്മളെ കൊണ്ട് കഴിയാത്ത കാര്യം നമ്മൾ എന്ത് ചെയ്യും? അപ്പനോട് അമ്മയോട് പറയും. മക്കൾക്ക് പറ്റാത്ത കാര്യം അല്ലേ, അപ്പനും അമ്മയും അതിന് ശ്രമിക്കും. അവർക്ക് കഴിയാത്തത് അവരടുത്ത വഴി നോക്കും. സെയിം ആത്മീയ ജീവിതത്തിൽ നിന്നെ കൊണ്ട് പറ്റാത്തത് നീ നിന്റെ അപ്പന്റെ സന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ബുദ്ധി കൊണ്ട് നമുക്ക് കോപത്തെ നിയന്ത്രിക്കുവാനായിട്ട് സാധിക്കും. ഞാൻ കോപിക്കുന്നില്ല എന്നൊരു തീരുമാനം എടുക്കുന്നു. എന്റെ കുടുംബത്തിലുണ്ടല്ലോ, നമ്മളിങ്ങനെ പരസ്പരം ഒരുമിച്ച് ജീവിച്ച് ഒരു കുടുംബത്തിൽ പോകുമ്പോൾ എന്തെങ്കിലും കാണുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെടാതെ വരുമ്പോൾ ഞാൻ ഭയങ്കര കോപക്കാരനാണെന്ന് ചിന്തിക്കുക. ഞാൻ ഭയങ്കര കോപക്കാരനാണ്, കർക്കശക്കാരനാണ്. കുസുമ്മ ചെയ്യുന്നത് കണ്ടിട്ട് എനിക്ക് കോപം വന്നു. പക്ഷെ ഞാൻ ബുദ്ധി കൊണ്ട് അതിനെ നിയന്ത്രിച്ച് ക്രമപ്പെടുത്തുക. പിറ്റേ ദിവസമായി വീണ്ടും കൊച്ചമെന്ന് പറഞ്ഞ് എനിക്ക് ദേഷ്യം വന്നു. വീണ്ടും ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതല്ലേ, നമ്മൾ കോപിക്കുന്നില്ല പറഞ്ഞ് ക്രമപ്പെടുത്തുകയാണ്. പക്ഷേ ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. ഒരു ദിവസം എന്റെ കൺട്രോൾ തെറ്റി ഞാൻ വായി വരുന്നതൊക്കെ വിളിച്ചു പറയും അല്ലേ. ഞാൻ ബുദ്ധി കൊണ്ട് ശ്രമിക്കുമ്പോൾ പിന്നെ അവിടെ അവസാനം നമ്മൾ പറഞ്ഞ് ജയിക്കുന്നത് എന്താണ്? കുറേ ദിവസം കൊണ്ട് ഓങ്ങി വെക്കുന്നത്. ഇത് ഇത്ര പറഞ്ഞിട്ട് എനിക്ക് സമാധാനം അല്ലേ. നിയന്ത്രിക്കാൻ പറ്റിയോ നമ്മുടെ കോപത്തെ? ഇല്ല. സ്വയത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഒരിക്കലും പറ്റില്ല. അതേസമയം ദൈവസന്നിധി വിനയപ്പെട്ടുകൊണ്ടൊന്ന് ശീലിക്ക് വില കൊടുക്കേണ്ടി വരും. കോപിക്കുവാൻ ഉള്ള ഇടങ്ങളിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരും. ചിലപ്പോ അത് മാറി നിൽക്കുന്നത് കൊണ്ട് തന്നെ പഴി കേൾക്കേണ്ടി വരും.
ദുഷി കേൾക്കേണ്ടി വരും, നിന്ന കേൾക്കേണ്ടി വരും. അത് നീ കൊടുക്കുന്ന വിലയാണ്. ദൈവത്തിന്റെ സന്നിധി നീ കൊടുക്കുന്ന വിലയാണ്. ഹല്ലേലൂയ. അത് കൊടുക്കുവാൻ നീ തയ്യാറായി കോപത്തെ ജയിക്കുവാനായിട്ട് നീ ശ്രമിച്ചാൽ ദൈവം നിനക്ക് നന്മ നൽകും. ഹല്ലേലൂയ. കയ്യിൽ അത് കഴിഞ്ഞില്ല. അവർ കോപിച്ചു, സഹോദരന്റെ രക്തത്തെ ചൊരിയിച്ചു. ദൈവത്തോട് പ്രാർത്ഥിക്കണം. കോപത്തെ മാറ്റി വിശുദ്ധീകരിക്കണമേ. മറക്കരുത്, കോപത്തെ മാറ്റി വിശുദ്ധീകരിക്കണം. ശേഷം കയ്യിൽ ലോകദേശത്തിലേക്ക് പോയി അവിടെ പാർത്തു. അവിടെ പറയുന്നത് എന്താണെന്ന് അറിയാമോ? അങ്ങനെ കയ്യിലെ കോപയുടെ സന്ധിയിൽ നിന്ന് പുറപ്പെട്ട് ഏതൊരു കിടക്ക് ലോകദേശത്ത് ചെന്ന് പാർത്തു. 17 വാക്യം. കയ്യിൽ തന്റെ ഭാര്യയെ പരിഗ്രഹിച്ചു. മീൻസ് അവളോട് കൂടെ ചേർന്നു. അവൾ ഗർഭം ധരിച്ചു. ഹാനോക്കിനെ പ്രസവിച്ചു. ഇനി നിങ്ങൾ നേരെ 5-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിലേക്ക് വരുമോ? 5-ാം അധ്യായം 18-ാം വാക്യം. 5-ാം അധ്യായം 18-ാം വാക്യം. യാരെതിന് 162 വയസ്സായപ്പോൾ അവൻ ഹാനോക്കിനെ ജനിപ്പിച്ചു. കയ്യിൽ ഒരു ഹാനോക്കിനെ ജനിപ്പിച്ചു. യാരെതിന് ഒരു ഹാനോക്കിനെ ജനിപ്പിച്ചു. ഈ പള്ളിയിൽ തന്നെ ശ്രീധരൻ എല്ലാവർക്കും 3 പേരുണ്ട്. അതുപോലെ ഒരേ പേരിൽ 2 പേര്. മനസ്സിലാക്കിക്കോളും. ഒരാളല്ല. കയ്യിൽ ജനിപ്പിച്ച ഹാനോക്കല്ല, യാരെന്ന് ജനിപ്പിച്ച ഹാനോക്ക്. യാരെന്ന് ജനിപ്പിച്ച 5-ാം അധ്യായത്തിൽ പറയുന്ന ഹാനോക്ക് 365 വയസ്സ് വരെ ജീവിച്ച ദൈവം എടുത്തത് കൊണ്ട് കാണാതായ മനുഷ്യനാണ്. ഹല്ലേലൂയ. ദൈവത്തോട് നടന്ന മനുഷ്യനാണ്. പക്ഷെ കയ്യിൽ ജനിപ്പിച്ച മകൻ ഹാനോക്ക്, അവന്റെ പേരിൽ ഒരു പട്ടണം പണിതു. അവന്റെ പേരോടൊപ്പം നശിച്ചു. എവിടെയൊന്നും പിടുത്തമില്ല. ആ ഹാനോക്ക് ആരെ ജനിപ്പിച്ചു? ഈരാദിനെ ജനിപ്പിച്ചു. കണ്ടോ? ഈരാദിനെ 17-ാം വാക്യം. 4:17. ഹാനോക്ക് 18 ഈരാദിനെ ജനിപ്പിച്ചു. ഈരാദ് ആരെ ജനിപ്പിച്ചു? മെഹൂയയേലിനെ ജനിപ്പിച്ചു. ഇന്നലെ ഞാൻ പറഞ്ഞതാണ്. 19-ാം വാക്യം. 18-ാം വാക്യം. മെഹൂയയേൽ മെതുശയേലിനെ ജനിപ്പിച്ചു. മെതുശയേൽ ആരെ ജനിപ്പിച്ചു? ലാമേക്കിനെ ജനിപ്പിച്ചു. ലാമേക്ക് ആരാണെന്ന് അറിയാമോ? 23-ാമത്തെ വാക്യം. 22-ാമത്തെ വാക്യം. ആരാണ് ലാമേക്ക്? അവൻ പറയുന്നത് ഇങ്ങനെയാണ്. അവന് 20-ാമത്തെ വാക്യം. ഒന്നും കൂടെ പുറകിലോട്ട് പോകണോ? 19-ാമത്തെ വാക്യം. ഉറപ്പിച്ച് 3 തരം ഉറപ്പിച്ച്. 19-ാമത്തെ വാക്യം. ലാമേക്കിന് 2 ഭാര്യമാരുണ്ടായിരുന്നു. കണ്ടോ നിങ്ങള്? ലാമേക്കിന് 2 ഭാര്യമാർ ഉണ്ടായിരുന്നു. ലാമേക്ക് 2 ഭാര്യമാരെ എടുത്തു. ബഹുഭാര്യത്വം. കണ്ടോ? മനസ്സിലായോ? ഒരുത്തി ജീവിച്ചിരിപ്പിക്കുമ്പോൾ തന്നെ വേറൊരു ഭാര്യയെ കൂടെ എടുത്തു. ശേഷം താഴോട്ട് വായിക്കുമ്പോ 23-ാമത്തെ വാക്യം. ലാമേക്ക് തന്റെ ഭാര്യമാരോട് പറഞ്ഞത് ശ്രദ്ധിച്ചോണം. ഒന്നവൻ ബഹുഭാര്യത്വം, അല്ലെ? 2 ഭാര്യമാരുടെ ഭർത്താവാണ് അവൻ. 1, 2. അവൻ പറയുന്നത് ഇങ്ങനെയാണ്. 23-ാം വാക്യം. ആദായും സില്ലായുമായുള്ളവരെ എന്റെ വാക്ക് കേൾപ്പിൻ. ലാമേക്കിൻ ഭാര്യമാരെ എന്റെ വചനത്തിന് ചെവി തരുവിൻ. എന്റെ മുറിവിന് പകരം ഞാൻ ഒരു പുരുഷനെയും, ശ്രദ്ധിച്ചോണേ, എന്റെ മുറിവിന് പകരം ഞാൻ ഒരു പുരുഷനെയും, അടുത്ത് പറയുന്നു എന്റെ പരിക്കിന് പകരം ഞാൻ ഒരു യുവാവിനെയും കൊല്ലും. അപ്പൊ അവൻ ഇങ്ങനെ ബഹുഭാര്യത്വം അനുഷ്ഠിച്ചവൻ മാത്രമല്ല, ഒന്നിലധികം ഭാര്യമാരെ എടുത്തവൻ മാത്രമല്ല. മനസ്സിലാവുന്നുണ്ടോ? അവൻ ഒരു മുറിവിന് പകരം, വായിച്ചില്ല നിങ്ങൾ? ഒരു മുറിവിന് പകരം ഒരു പുരുഷനെയും ഒരു പരിക്കിന് പകരം ഒരു യുവാവിനെയും കൊല്ലും. അപ്പൊ അവന്റെ മനസ്സിലുള്ളത് എന്താണ്? പകരം ചെയ്യണം. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞു വന്നത്? അപ്പൊ അവൻ ബഹുഭാര്യത്വം അനുഷ്ഠിച്ചവനാണ്. 2 പക പോക്കുന്നവനാണ്, പകരം ചെയ്യുന്നവനാണ്. മനസ്സിലാവുന്നുണ്ടോ? പിടികിട്ടിയോ? പിടികിട്ടില്ലേ? ഈ ലാമേക്കിന് 2 ഭാര്യമാരുണ്ടായിരുന്നു. സാധാരണഗതിയിൽ മറ്റുള്ളവർ ഒരു ഭാര്യയുടെ കാര്യം പറയുമ്പോൾ ആദമിന് ഒരു ഭാര്യ ഹൗവ, ശേത്തിന് ഒരു ഭാര്യ, അല്ലെ? അങ്ങനെ ഇവന് 2 ഭാര്യ. ആദാ, പിന്നെ ആര്? സില്ലാൻ, അല്ലെ? കണ്ടല്ലോ, ആദായും സില്ലാൻ. അവൻ ബഹുഭാര്യത്വം അനുഷ്ഠിച്ചവൻ മാത്രമല്ല, അവനെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ പകരം കൊല്ലും എന്ന മനോഭാവം, ക്ഷമിക്കും എന്ന മനോഭാവമല്ല, കൊല്ലും, പകരം ചെയ്യുമെന്നുള്ള മനോഭാവത്തിന്റെ ഉടമയാണ്. തീർന്നില്ല. കയ്യിന് വേണ്ടി 7 ഇരട്ടി പകരം ചെയ്യുമെങ്കിൽ, അത് കർത്താവ് പറഞ്ഞതാണ്,
കർത്താവ് പറഞ്ഞതാണ് 15-ാം വാക്യം, യഹോവ അവനോട്, അതുകൊണ്ട് ആരെങ്കിലും കയ്യിനെ കൊന്നാൽ അവന് 7 ഇരട്ടി പകരം കിട്ടുമെന്ന് ദൈവം പറഞ്ഞു. കണ്ടോ? അപ്പൊ കയ്യിന് വേണ്ടി ദൈവം 7 ഇരട്ടി പകരം ചെയ്യുമെന്ന് പറഞ്ഞുവെങ്കിൽ ലാമേക്ക് പറയുന്നത് എന്താണെന്ന് അറിയാമോ? ലാമേക്കിന് വേണ്ടി 77 ഇരട്ടി പകരം ചെയ്യും. 77 ഇരട്ടി പകരം ചെയ്യും. ഹല്ലേലൂയ. അങ്ങനെ കയ്യിൽ തൊട്ട് 6 തലമുറയുടെ പേര് പറഞ്ഞ് അവിടെ തീരുകയാണ്. വേറെ അധികമായിട്ടൊന്നും പറയുന്നില്ല. ദൈവം അവരോട് കൂടെ ഉണ്ടായിരുന്നതായിട്ട് പറയുന്നില്ല, ദൈവത്തോട് ചേർന്ന് നിന്നതായിട്ട് പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം പറയുന്നുണ്ട്, കയ്യിൽ ദൈവസന്നിധി വിട്ട് പുറപ്പെട്ടു പോയി. കണ്ടോ നിങ്ങളോ? കണ്ടോ? അവർ ദൈവത്തിൽ നിന്ന് അകന്നു പോയവരാണ്. ആര്? കയ്യിൽ. അവർ മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് തന്നെ അവൻ പകരം ചെയ്യുന്നവനായി, ഒന്നിലധികം ഭാര്യമാരെ എടുക്കുന്നവനായി, കോപം കൊണ്ട് നടക്കുന്നവനായി, പകപോകുന്നവനായി. മനസ്സിലാവുണ്ടോ? മനസ്സിലാവുണ്ടോ? ഇതൊക്കെ ആരുടെ പ്രവൃത്തിയാണ്? ആരുടെ പ്രവൃത്തി? ജഡത്തിന്റെ പ്രവൃത്തിയാണ്. മനസ്സിലാവുണ്ടോ? മനസ്സിലാവുണ്ടോ? ലേഖനങ്ങൾ പഠിക്കുമ്പോൾ മനസ്സിലാവുണ്ടോ? കത്തുന്നുണ്ടാവും. ഇതൊക്കെ സാത്താന്റെ, പൈശാചികന്റെ, ജഡത്തിന്റെ, മനസ്സിലാവുണ്ടോ? അന്ധകാരത്തിന്റെ പ്രവൃത്തികളാണ് പകരം ചെയ്യുക. അതേസമയം ആത്മാവിന്റെ പ്രവൃത്തിയാണെങ്കിലോ ക്ഷമിക്കും, ക്ഷമിക്കും, സഹിക്കും, അല്ലേ? പക്ഷെ ഈ പറഞ്ഞതൊക്കെ ആരുടെ പ്രവൃത്തിയാണ്? പിശാചിന്റെ പ്രവൃത്തിയാണ്, സാത്താന്റെ പ്രവൃത്തിയാണ്, ജഡത്തിന്റെ പ്രവൃത്തിയാണ്. മനസ്സിലായോ? മനസ്സിലായി. അതിനുശേഷം അടുത്തൊരു തലമുറയെ കുറിച്ച് പറയുന്നുണ്ട്. അടുത്തത് നമ്മൾ പറഞ്ഞതാണ് ആദാം ആരുടെ മകൻ? ലൂക്കോസില് ആദാം ആരുടെ മകൻ? മനസ്സിലാവുന്നുണ്ടോ? ദൈവത്തിന്റെ മകൻ, ദൈവത്തിന്റെ മകൻ. 25-ാം വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണമേ. ആദാം തന്റെ ഭാര്യയെ പിന്നെയും പരിഗ്രഹിച്ചു. അതായത് ഹാബേൽ മരിച്ചതിന് ശേഷം അവൻ വീണ്ടും കൂടിച്ചേർന്നു. ഒരു മകനെ അവൾ പ്രസവിച്ചു. അപ്പോൾ ആദാം പറയുന്നത് എങ്ങനെയാണ്? കയ്യിൽ കൊന്ന ഹാബേലിന് പകരം ദൈവം എനിക്ക് മറ്റൊരു സന്തതിയെ തന്നു എന്ന് പറഞ്ഞ് എന്ത് ചെയ്തു? ശേത്തെന്ന് പേരിട്ടു. ശേത്തെന്ന് പേരിട്ടു. മനസ്സിലായോ? ഇനി 5-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിലോട്ട് വാ. 5-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിലോട്ട് വാ. ആദാമിന്റെ വംശപാരമ്പര്യം ഇത്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിന്റെ സാദൃശ്യത്തിൽ അവനെ ഉണ്ടാക്കി. ഹല്ലേലൂയ. ലൂക്കോസ് സുവിശേഷം നമ്മൾ പഠിച്ചു. ആദാം ആരുടെ പുത്രൻ? ആദാം ആരുടെ പുത്രൻ? ദൈവത്തിന്റെ പുത്രൻ. ദൈവത്തിന്റെ പുത്രനെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ദൈവത്തിന്റെ സാദൃശ്യത്തിൽ ജനിച്ചവൻ. ഹല്ലേലൂയ. അടുത്ത് പറയുന്നത് കണ്ടോ? അടുത്ത് പറയുന്നത് കണ്ടോ? 3-ാം വാക്യം. ആദാമിന് 130 വയസ്സായപ്പോൾ അവൻ തന്റെ സാദൃശ്യത്തിൽ തന്റെ സ്വരൂപപ്രകാരം ഒരു മകനെ ജനിപ്പിച്ചു. അവന് ശേഷം പേരിട്ടു. ഹല്ലേലൂയ. എന്തെങ്കിലും പിടികിട്ടി? എന്തെങ്കിലും? ആദാം എങ്ങനെ ജനിച്ചു? ദൈവത്തിന്റെ സാദൃശ്യത്തിൽ ജനിച്ചു. ആദാം അടുത്തൊരു സമ്പന്നയ്ക്ക് ജന്മം കൊടുത്തു, തന്റെ സാദൃശ്യത്തിൽ. ദൈവത്തിന്റെ മകൻ ആദാം. ആദാമിന്റെ മകൻ ആര്? ശേത്ത്. മനസ്സിലാവുണ്ടോ? ഇവൻ ശേത്തിന്റെ മകൻ ഏനോശ്. ഏനോശിന്റെ കാലത്ത് അവർ എന്ത് ചെയ്തു? യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു തുടങ്ങി. വാക്യം 4-ാം അധ്യായം 26-ാമത്തെ വാക്യം ശ്രദ്ധിച്ചുകൊണ്ട്. 4-ാം അധ്യായം 26-ാം വാക്യം. എല്ലാത്തിനും ഒരു കണക്ഷൻ ഉണ്ട് കേട്ടോ. എല്ലാം ഇങ്ങനെ ഒരു മാലയിൽ കോർത്ത മുത്തുപോലെ കിടപ്പുണ്ട്. നമ്മളതൊന്ന് വായിച്ച് മനസ്സിലാക്കിയെടുക്കണം. ഞാൻ പറഞ്ഞു വരുന്നത്, കയ്യിൽ ദൈവസന്നിധി അകന്നു. കണ്ടോ? അല്ലെ? ദൈവസന്നിധി പുറപ്പെട്ടു പോയി. അവന്റെ തലമുറ പകപോകുന്നവരായിരുന്നു, ജഡത്തിന്റെ പ്രവൃത്തി ചെയ്യുന്നവരായിരുന്നു. അവർ മനുഷ്യപുത്രന്മാരെന്നറിയപ്പെട്ടു. കുറിച്ച് വെച്ചോളെ, ഉള്ളിൽ കുറിച്ചു. മനുഷ്യപുത്രന്മാരെന്നറിയപ്പെട്ടു. അതേസമയം ലൂക്കോസ് എന്ന് പറഞ്ഞു ആദാം ദൈവത്തിന്റെ പുത്രൻ. 5-ാം അധ്യായത്തിൽ വരുമ്പോൾ ആദാമിന്റെ വംശപാരമ്പര്യം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. തന്റെ സാദൃശ്യത്തിൽ ജനിച്ച ആദാം ദൈവത്തിന്റെ പുത്രൻ. ശേഷം ആദാമിന് തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ഒരു മകൻ ജനിച്ചു, ശേത്ത്. തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ഒരു മകനെ ജനിപ്പിച്ചു. ഏനോശ് അടുത്ത സന്തതിക്ക് ജന്മം കൊടുത്തു. കേനാൻ മഹലേലിന്, മഹലേല് യാരെദിന്, യാരെദ് ഹാനോക്കിന്, ഹാനോക്ക് മെതുശലഹിന്, മെതുശലഹ് ലാമേക്കിന്, ലാമേക്ക് നോഹയ്ക്ക്. കണ്ടോ? നോഹയ്ക്ക് 500 വയസ്സായിരുന്നു. 32-ാമത്തെ വാക്യം. 5-ാം അധ്യായം 32-ാം വാക്യം. നോഹയ്ക്ക് 500 വയസ്സായ ശേഷം നോഹ ശേമിനെയും ഹാമിനെയും യാഫേത്തിനെയും ജനിപ്പിച്ചു. 3 പേരെ ജനിപ്പിച്ചു. കണ്ടോ? ബാക്കിയുള്ളവരെല്ലാം ഓരോ മക്കൾ, ഒരു
കയ്യിൽ തെറ്റ് ചെയ്ത് ദൈവസന്നിധിയിൽ നടന്നു. അവർ മനുഷ്യപുത്രന്മാരെന്നാണ് അറിയപ്പെടുന്നത്. അത് ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. 6-ാം അധ്യായം. മനുഷ്യൻ ഭൂമിയിൽ പെരുകി തുടങ്ങി. അവർക്ക് പുത്രിമാർ ജനിച്ചപ്പോൾ ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ച ഏവരെയും ഭാര്യമാരായി എടുത്തു. കണ്ടോ? ഭാര്യമാരായി. ഭാര്യയായി എടുത്തെന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്തു. ഭാര്യമാരായി പോലെ എടുത്തുകൊണ്ടാണ്. ആര്? ദൈവത്തിന്റെ പുത്രന്മാർ. ദൈവത്തിന്റെ പുത്രന്മാരെന്ന് അറിയുന്നത് ആദാമാരുടെ പുത്രൻ. മനസ്സിലാവുണ്ടോ? മനുഷ്യൻ മനസ്സിലാവുണ്ടോ? വേറെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന മാതാവെ അല്ല മനുഷ്യരോട് കൂടി ചേർന്നത്. മനസ്സിലാക്കിക്കൊള്ളണം. അത് 2 ലൈനായിട്ട് പോവുകയാണ്, 2 ട്രാക്കായിട്ട് പോവുകയാണ്. ഒരു ട്രാക്കിലൂടെ പോകുന്നത് കയ്യിന്റെ സന്തതി പാപം ചെയ്ത് പക വീട്ടിക്കൊണ്ട് ജീവിക്കുന്നു. മറ്റേ ട്രാക്കിലൂടെ പോകുന്നത് ദൈവത്തിൽ നിന്ന്, ആദാമിൽ നിന്ന്, പിന്നെയോ ഷേത്തിൽ നിന്ന്, ഏനോശിൽ നിന്ന് ഇങ്ങനെ ലോകവരത്തിലെത്തുന്ന വിശുദ്ധമായിട്ടുള്ള പ്യുവറായിട്ടുള്ള ഒരു സന്തതി. പക്ഷെ നോഹയുടെ കാലം എത്തിയപ്പോൾ പറ്റിയത് എന്താണെന്ന് അറിയാമോ? അവർ മനുഷ്യന്റെ പുത്രിമാർ, അതായത് കയ്യിൽ പാരമ്പര്യത്തിലുള്ള സ്ത്രീകൾ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് സ്വന്തമായി പ്യൂരിറ്റിയോടെ ജീവിക്കുന്ന വിശുദ്ധരായി ജീവിക്കുന്ന തങ്ങളുടെ കൂട്ടത്തിലുള്ളവരെ ഭാര്യമാരായി എടുക്കാതെ അവരിൽ നിന്ന് തിന്മയിൽ ജീവിക്കുന്നവരിൽ നിന്ന് ഭാര്യമാരെ കൈക്കൊണ്ടു. സംഭവിക്കുന്നത് എന്താണ് എന്ന് ആഹാബിന്റെ ജീവിതത്തിലൂടെ നമുക്കറിയാം. ആഹാബ് പുറത്തുപോയി വേറൊരു ഇസബേലിനെ സ്വീകരിച്ചു. ഇസബേലിന് കുറെ വിഗ്രഹങ്ങളെ കൊണ്ട് തീർന്നത് അറിയാമല്ലോ. മനസ്സിലാവുണ്ടോ? ഇവിടെ സംഭവിച്ചത് എന്താണ്? ഇവർ കൂട്ടിച്ചേർന്നു. അവരെ എന്ത് ചെയ്തു? മനുഷ്യൻ എല്ലാ കാലത്തും മനുഷ്യന്റെ ദൈവത്തിന്റെ ആത്മാവ് ബാധിച്ചുകൊണ്ടിരിക്കുകയില്ല എന്ന് പറഞ്ഞിട്ട് അവർ ജഡം തന്നെയല്ലോ എന്ന് പറഞ്ഞു. കണ്ടോ? അവർ ദൈവത്തിന്റെ പുത്രന്മാരായി ദൈവത്തിൽ നിന്ന് ഇങ്ങനെ ഉണ്ടാക്കപ്പെട്ടവരായിട്ട് വന്നവരാണ് എങ്കിൽ പോലും അവർ മനുഷ്യനാണ്. അവരിൽ എല്ലാ കാലവും ദൈവാത്മാവ് ബാധിച്ചുകൊണ്ടിരിക്കുകയില്ല. അവർ അറിഞ്ഞോ അറിയാതെ തെറ്റ് ചെയ്യും എന്ന് പറഞ്ഞിട്ട് ദൈവം എന്ത് ചെയ്തു? അവരുടെ ആയുസ് 120 സംവത്സരമായിട്ട് എന്ത് ചെയ്തു? കുറച്ചു. കണ്ടോ? അക്കാലത്ത് മല്ലന്മാരുണ്ടായിരുന്നു. മനസ്സിലായോ? മുമ്പോട്ട് വീണ്ടും പോകുമ്പോൾ 4-ാം വാക്യം. അപ്പൊ 2 ട്രാക്ക് മനസ്സിലായല്ലോ. ഇത് മനസ്സിലാക്കിയേ മുമ്പോട്ട് പോയിട്ട് കാര്യമുള്ളൂ. അതായത് ഒരു ട്രാക്കിലുള്ളവര് കയ്യിന്റെ പാരമ്പര്യം തെറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. മറ്റേ ട്രാക്കിലുള്ളവര് ആദം ശേത്ത ആ പാരമ്പര്യം അവർ ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുന്നു. പക്ഷേ നോഹയുടെ കാലം എത്തിയപ്പോൾ അവരെന്ത് ചെയ്തു? ട്രാക്ക് മാറാൻ തുടങ്ങി. 4-ാം വാക്യം. അക്കാലത്ത് ഭൂമിയിൽ മല്ലന്മാർ ഉണ്ടായിരുന്നു. അതിനുശേഷവും ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരുടെ അടുക്കൽ ചെന്നിട്ട് അവർക്ക് മക്കളെ പ്രസവിച്ചു. ഇവരാകുന്നു പുരാതന കാലത്തെ വീരന്മാർ, കീർത്തിപ്പെട്ട പുരുഷന്മാർ ഇവർ തന്നെ. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? പിടികിട്ടുന്നുണ്ടോ? മല്ലന്മാരുണ്ടായിരുന്നു. അത് വിശദീകരിക്കുന്നില്ല. അത് നമുക്ക് മറ്റൊരു അവസരത്തിൽ മനസ്സിലാക്കാം. മുമ്പോട്ട് പോകാം. ഇതൊക്കെ കണ്ടപ്പോൾ ദൈവത്തിന് അതിദുഃഖമാണ്. ദൈവം പറഞ്ഞു, സകല പ്രപഞ്ചത്തെയും സകലഭൂമിയെയും നശിപ്പിക്കും, വെള്ളം പ്രളയം കൊണ്ട് നശിപ്പിക്കും. സംഭവിച്ചത് പക്ഷെ നോഹ ദൈവത്തിന്റെ കൃപ ലഭിച്ചു. നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നോഹ നീതിമാനും തന്റെ തലമുറയിൽ നിഷ്കളങ്കനും ദൈവത്തോട് കൂടെ നടന്നവനുമായിരുന്നു. ഹല്ലേലൂയ. അടുത്ത് പറയുന്നു, ശേം, ഹാം, യാഫെത്ത് എന്ന 3 പുത്രന്മാരെ നോഹ ജനിപ്പിച്ചു. അവർ ദൈവത്തിന്റെ എന്നാൽ ഭൂമി മുഴുവനും ദൈവത്തിന്റെ മുമ്പാകെ വഷളന്മാരായി. പക്ഷേ നോഹയും കൊണ്ടുപോ എന്ത് ചെയ്തു? ആ നന്മയുടെ ട്രാക്കിൽ വന്നവരാണ്. അവർ ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുവാനായിട്ട് ശ്രമിച്ചു. നോഹ ദൈവശബ്ദം കേട്ടു, പറഞ്ഞതുപോലെ പെട്ടകമുണ്ടാക്കി. അതിനകത്ത് കയറി രക്ഷപ്പെട്ടു. ഇനി നമ്മൾ നേരെ വരുന്നത് 8-ാം അധ്യായത്തിലേക്കാണ്. 8-ാം അധ്യായത്തില് ഭംഗിയായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇനി ദൈവം ഭൂമിയെ പ്രളയം കൊണ്ട് നശിപ്പിക്കത്തില്ല എന്നൊക്കെ പറയുന്ന അവരെ 9-ാം അധ്യായത്തിലോട്ട് വരാം. അവിടെ രേഖപ്പെടുത്തുന്നുണ്ട്, വ്യക്തമായിട്ട് രേഖപ്പെടുത്തി ചില കാര്യങ്ങൾ പഠിപ്പിക്കുന്നത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. 9-ാമത്തെ അധ്യായം 9-ാം അധ്യായത്തിൽ 18-ാമത്തെ വാക്യം. 9-ാം അധ്യായത്തിൽ 18-ാമത്തെ വാക്യം. പെട്ടകത്തിൽ നിന്ന് പുറപ്പെട്ടവരായ നോഹയുടെ പുത്രന്മാർ ശേമും ഹാമും യാഫെത്തും
ആയിരുന്നു. ഹാം എന്നവനോ കാനാന്റെ പിതാവ്. ഹാം എന്നവനോ ആരുടെ പിതാവ്? കാനാന്റെ പിതാവ്. കാനാൻ എവിടെയും കേട്ടിട്ടുണ്ടോ? കാനാൻ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? മിസ്രൈമിൽ അടിമത്തത്തിലായിരുന്ന ജനത്തോട് ദൈവം അരുളി ചെയ്തു, ഞാൻ നിങ്ങളെ ഇവിടെ നിന്ന് വിടുവിച്ച് കാനാൻ ദേശത്തിലേക്ക് കൊണ്ടുപോകും. ഹല്ലേലൂയ. കാനാൻ ദേശം ആരുടെ ദേശം? ഹാമിന്റെ പുത്രനായ കാനാന്റെ ദേശം. മനസ്സിലായോ? ഒരു ചാപ്റ്റർ കഴിഞ്ഞ് അടുത്ത ചാപ്റ്ററിൽ പോകുമ്പോ കണക്ഷൻ വിട്ടിട്ടില്ല, കിടക്കുകയാണ് കേട്ടോ. അതുപോലെ കണക്ഷൻ കിടക്കുകയാണ് കണ്ടോ. ഇനി കാനാൻ ദേശത്തുള്ള പുറപ്പാടിലാണ്. മനസ്സിലായോ? അപ്പോഴും ഈ കണക്ഷൻ അങ്ങനെ കണ്ടിന്യൂസ് കിടക്കുകയാണ്. മനസ്സിലാക്കിക്കോളും. ശ്രദ്ധിക്കണേ, ശേമിന്റെയും യാഫത്തിന്റെയും മക്കളെ കുറിച്ച് അവിടെ പറയുന്നില്ല, പക്ഷെ പറഞ്ഞു വയ്ക്കുകയാണ് ഹാം ആരുടെ പിതാവ്? കാനാന്റെ പിതാവ് എന്ന് പറഞ്ഞൊരു സൂചന ഇട്ടിരിക്കുക അല്ലേ? വേറെ എന്തെങ്കിലും പറഞ്ഞു? വേറെ ഒന്നും പറഞ്ഞില്ല. അല്പം കൂടെ മുമ്പോട്ട് പോകാം. പെട്ടകത്തിൽ നിന്ന് നോഹയും കുടുംബം പുറത്തിറങ്ങി. പണ്ടത്തെ പോലെ കർത്താവ് പറഞ്ഞതാണ് ആദാമിനോട് ഹവ്വയോട്, നിങ്ങൾ ഇനി കൃഷി ചെയ്ത് ജീവിക്കണം അല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞത്? അവർ കൃഷി ചെയ്യാനായിട്ട് തുടങ്ങി അല്ലേ? തോട്ടത്തിൽ പുറത്തിറങ്ങി അധ്വാനിച്ച് ജീവിക്കണം. ശ്രദ്ധിക്കണം, അല്പസമയം കൂടെ ശ്രദ്ധിക്കണം. നിങ്ങൾ അല്പസമയം കൂടെ ശ്രദ്ധിച്ച് മനസ്സിലാക്കിക്കൊള്ളണം. ഇവിടെയും പെട്ടകത്തിൽ നിന്ന് ഇറങ്ങിയ നോഹ പുറത്തിറങ്ങി കൃഷി ചെയ്യാൻ തുടങ്ങി. എന്ത് കൃഷിയാണ് ചെയ്തത്? മുന്തിരി കൃഷി. അതെ, നമ്മൾ അങ്ങനെ മുന്തിരി കൃഷി. ഏതെങ്കിലും ഡ്യൂട്ടി ഉണ്ടായിരുന്നു. ഏതെങ്കിലും തോട്ടം കാക്കണം, പരിപാലിക്കണം. മനസ്സിലായോ? അതിനെ കാപ്പാനും ദൈവം ചെയ്യാൻ ദൈവം ഏതെങ്കിലും അവിടെ ആക്കി ശരി. മുന്തിരി കൃഷി നോഹ തുടങ്ങി. മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി, വിളവെടുത്തു, അതിനെന്ത് ചെയ്തു? വീഞ്ഞാക്കി നോഹ കുടിച്ചു. 21-ാം വാക്യം. അവൻ അങ്ങനെ വീഞ്ഞു കുടിച്ച് ലഹരി പിടിച്ച് തന്റെ കൂടാരത്തിൽ വസ്ത്രം നീങ്ങിക്കിടന്നു. മീൻസ് ധരിച്ച വസ്ത്രം അല്ലെ? എന്തിനാ വസ്ത്രം ധരിക്കുന്ന? എന്തിനാണ് ഉടുപ്പെടുക്കുന്നത്? വസ്ത്രം ധരിക്കുന്ന പെട്ടെന്ന് പറ. നഗ്നത മറയ്ക്കും അല്ലേ? അപ്പൊ ഇന്ന് നേരെ ചൊവ്വ വസ്ത്രം ധരിക്കാനുള്ളത് പ്രദർശിപ്പിക്കാനായിരിക്കും. അതുകൂടെ മനസ്സിലാക്കി ഞാൻ വിശദീകരിക്കും. ഈ ധരിച്ചിരുന്ന വസ്ത്രം നീങ്ങിക്കണം. ഈ മനുഷ്യന്റെ നഗ്നത പുറത്തു കണ്ടു. അവിടെ പറയുന്നത് കാനാന്റെ പിതാവായ ഹാം പിതാവിന്റെ നഗ്നത കണ്ട്, 22-ാം വാക്യം, പിതാവിന്റെ നഗ്നത കണ്ട് വെളിയിൽ ചെന്ന് തന്റെ 2 സഹോദരന്മാരെയും അറിയിച്ചു. ഒരുത്തൻ വഴിയിൽ വീണ് കിടക്കുന്നു, വസ്ത്രം മാറി കിടക്കുന്നു. സെൽഫി എടുത്തിട്ട് വീഡിയോ എടുത്തിട്ട് ഫേസ്ബുക്കിലും വാട്സപ്പിലും യൂട്യൂബിലും ഒക്കെ അപ്ലോഡ് ചെയ്യും. ലൈക്ക് ഷെയർ കൊള്ളാം. പലരും പല രീതിയിൽ ആ കിടക്കുന്നവരെ തെറി പിടിക്കുന്നു. അറ്റാക്ക് വന്നോ ബോധം കണ്ടോ വീണതാണ്. കുടിച്ചിട്ട് കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ? നേരെ ചൊവ്വ വസ്ത്രം ധരിക്കാതെ കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ? കണ്ടോ? ഇതേ പരിപാടിയാണ് ആരും ചെയ്തത്? ഹാം ചെയ്തത്. ആ കിടക്കുന്ന കിടപ്പ് വസ്ത്രം കൊണ്ട് അദ്ദേഹത്തിന്റെ നഗ്നത മൂടുന്നില്ല, ഹെൽപ്പ് ചെയ്തില്ല, ഒന്നും ചെയ്തില്ല. കണ്ട കാര്യം പുറത്ത് പോയി വിളിച്ചു പറഞ്ഞു. അതിന്റെ അനന്തര ഫലത്തെ കുറിച്ച് ആലോചിക്കുന്നില്ല. മനസ്സിലായോ? കണ്ട കാര്യം പുറത്ത് പോയി വിളിച്ചു പറയുന്നു. ഇപ്പൊ കാണുന്ന കാര്യങ്ങളെല്ലാം എന്നോട് വിളിച്ചു പറയേണ്ടതല്ല. മനസ്സിലാക്കിക്കൊള്ളു. ഇതിന്റെ പേരിൽ ഹാമിനെ, അവന്റെ സന്തതിയെ നോഹ ശപിക്കും. കാനാൻ ശപിക്കപ്പെട്ടവൻ എന്ന് പറയും. നിങ്ങൾ താഴോട്ട് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. അത് നിൽക്കട്ടെ, ഞാൻ ഇത് പറയുന്ന ശ്രദ്ധിച്ചാൽ മതി. മുമ്പോട്ട് നമ്മൾ പോവുകയാണ്. ഇപ്പോ വസ്ത്രം നീങ്ങി കിടക്കുന്നത് കണ്ടിട്ട് പുറത്ത് പോയി വിളിച്ചു പറഞ്ഞു. ആരോട്? സഹോദരന്മാർ. അവന്മാരെന്ത് ചെയ്തു? നേരെ വന്ന് തുണിയെ മാറ്റിക്കാതെ പുറം തിരിഞ്ഞു വന്ന് കർട്ടൻ പിടിക്കും പോലെ ഒരു തുണി കൊണ്ടുവന്നിട്ട് ഇയാളുടെ പുറത്തോട്ടിട്ട് കൊടുത്തു അല്ലേ? നഗ്നത മറച്ചു. ലേവ്യ പുസ്തകം 18-ാമത്തെ അധ്യായം. ലേവ്യ പുസ്തകം. ലേവ്യ എവിടെയാണ്? പറ.
ഉൽപ്പത്തി പുറപ്പാട് അതെ മൂന്നാമത്തെ പുസ്തകം 18-ാമത്തെ അധ്യായം. അവിടെ പറയുന്നത് നമുക്കൊന്ന് വേഗത്തിൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കാം. ഒന്നാമത്തെ വാക്യം, യഹോവ പിന്നെ മോശയോട് അരുളി ചെയ്തത് കാനാൻ ദേശത്തിലേക്ക് പോകുമ്പോൾ കാര്യമാണ് ഇത്. നീ ഇസ്രായേൽ മക്കളോട് പറയുന്നത് എന്തെന്നാൽ, ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. നിങ്ങൾ പാർത്തിരുന്ന മിസ്രൈം ദേശത്തിലെ നടപ്പ് പോലെ നിങ്ങൾ നടക്കരുത്. അതായത് അവിടെ മിസ്രൈം നടപ്പ് പോലെ നിങ്ങൾ നടക്കരുത്. രണ്ടോ, ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്ന കാനാൻ ദേശത്തിലെ നടപ്പ് പോലെയും അരുത്. മനസ്സിലായോ? ദൈവം എവിടേക്കാണ് കൊണ്ടുപോകുന്നത്? കാനാൻ ദേശത്തിലേക്ക്. കാനാൻ ആര്? ഹാമിന്റെ മകൻ. മറന്നുപോലെ കാനാൻ ദേശത്ത് കാനാന്റെ സമ്പൽ നടക്കും പോലെ നിങ്ങൾ നടക്കരുത്. വീണ്ടും താഴോട്ട് എന്താണ്? അവരുടെ മര്യാദ ആചരിക്കരുത്. എന്റെ വിധികളെ അനുസരിച്ച് എന്റെ ചട്ടങ്ങളെ പ്രമാണിച്ചിട്ട് നടക്കണം. ഇത് ഒരു നല്ലൊരു സന്ദേശം നിങ്ങൾ നൽകുന്നുണ്ട്. ദൈവം നമ്മെ ആക്കി വെക്കുന്ന ഗ്രാമം, ഈ ദേശത്തില് പലരും തിരിപ്പാർത്ത പല വിശ്വാസവും പല തലങ്ങളിലും ജീവിക്കുമ്പോൾ വിളിച്ച ദൈവത്തിന്റെ സന്നിധിക്ക് വിശ്വസ്തയോടെ അവന്റെ കൽപ്പനകളെ പ്രമാണിച്ച് ജീവിക്കണമെന്ന സന്ദേശമുണ്ട്. എല്ലാവരും എന്തൊക്കെ ചെയ്യുന്നുണ്ട്? എല്ലാവരും ചെയ്യുന്നതുപോലെ ഞാൻ ചെയ്യുന്നു എന്ന് പറയരുത്. നീ വേർതിരിക്കപ്പെട്ടവനാണ്. മനസ്സിലായി വിശദീകരിക്കില്ല. വീണ്ടും താഴോട്ട് പോകുമ്പോൾ 6-ാമത്തെ വാക്യം, നിങ്ങൾ ആരും തനിക്ക് രക്തബന്ധമുള്ള യാതൊരുത്തരുടെയും നഗ്നത അനാവൃതമാക്കുവാൻ തക്കവണ്ണം അവരോട് അടുക്കരുത്. കണ്ടോ? ആരുടെ നഗ്നത അനാവൃതമാക്കരുത്. അടുത്ത വാക്യം, നിന്റെ അമ്മയുടെ നഗ്നതയിൽ നിന്റെ അമ്മയുടെ നഗ്നതയിൽ അനാവൃതമാക്കരുത്. അപ്പന്റെ അമ്മയുടെ നഗ്നത അനാവൃതമാക്കരുത്. അടുത്തത്, അവൾ നിന്റെ അമ്മയാകുന്നു. അടുത്ത വാക്യം, അവളുടെ നഗ്നത അനാവൃതമാക്കരുത്. 8-ാം വാക്യം ശ്രദ്ധിച്ചോളേ, അപ്പന്റെ ഭാര്യയുടെ നഗ്നത അനാവൃതമാക്കരുത്. അത് നിന്റെ അപ്പന്റെ നഗ്നതയല്ലോ. ഇനി നമ്മുടെ ഉൽപ്പത്തിയിൽ വായിച്ചത് കൂടെ ഒന്ന് ചേർത്ത് വായിക്കുമോ? വീഞ്ഞു കുടിച്ച് മത്തനായി കിടന്ന നോഹയുടെ നഗ്നത ആര് കണ്ടു? ഹാം കണ്ടു. ഇനി 18-ാം വാക്യം ലേവ്യ 18 5-ാം വാക്യം വായിക്കൂ. 8-ാം വാക്യം വായിക്കൂ. ലേവ്യ 18-ന്റെ 8. നിങ്ങൾ ഇത്ര വ്യക്തമായിട്ടൊന്ന് മനസ്സിലായിക്കോട്ടെ. ലേവ്യ 18:8, അപ്പന്റെ ഭാര്യയുടെ നഗ്നത അനാവൃതമാക്കരുത്. അത് നിന്നെ അപ്പന്റെ നഗ്നതയല്ലോ. മനസ്സിലാക്കുന്നുണ്ടോ? എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പന്റെ ഭാര്യയോട് അമ്മയോട് കിടക്ക പങ്കിടരുത്, ഒരുമിച്ച് ചേരരുത്. ഞാൻ വിശദീകരിക്കും. മനസ്സിലായോ? അങ്ങനെ നിങ്ങൾ ചെയ്താൽ ആരുടെ നഗ്നത? അപ്പന്റെ നഗ്നതയാണ് അനാവൃതമാക്കുന്നത്. മനസ്സിലായോ? ഇത്രയും മനസ്സിലായോ? അപ്പൊ അവിടെ പറഞ്ഞത് എന്താണ്? വീഞ്ഞു കുടിച്ച് കിടന്ന നോഹയുടെ നഗ്നത ആര് കണ്ടു? ഹാം കണ്ടു. അപ്പന്റെ നഗ്നത മോൻ കണ്ടു. ഇവിടെ ഇതും കൂടെ ഒന്ന് ചേർത്ത് വായിക്കും. ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറയാം. മൂത്ത പുത്രൻ, ഒരു കുടുംബത്തിൽ മൂത്ത പുത്രൻ പിതാവിന്റെ സ്വത്തിന്റെ മൂന്നിൽ രണ്ട് ഭാഗത്തിന്റെ ഓഹരി ആർക്കാണ്? മൂത്ത പുത്രനാണ്. അങ്ങനെ നോഹയുടെ മൂത്ത പുത്രൻ അനുശേ. അവനാണ് ആ കുടുംബത്തിലെ രാജ പരമ്പരയ്ക്ക് അധികാരമുള്ളവൻ. അവനാണ് കുടുംബത്തിന് വേണ്ടി പൗരോഹിക ശുശ്രൂഷ നിർവഹിക്കേണ്ടത്. അവന് ആരുടെ സ്ഥാനം? അപ്പന്റെ സ്ഥാനം. രണ്ടാമത്തവൻ അപ്പന്റെ നഗ്നത കാണണമെങ്കിൽ അതിൽ ഒരൊറ്റ ഉദ്ദേശമുള്ളൂ. അപ്പന്റെ ഭാര്യയോട് ചെന്ന് കടന്നിട്ട് അവൻ അപ്പനാകാൻ ശ്രമിച്ചു എന്നാണ് അവന്റെ അർത്ഥം. മനസ്സിലാക്കിക്കൊള്ളു. പറയുന്നത് കിട്ടുന്നുണ്ടോ? അതിന് ഏതിൽ സംഭവിച്ചതെന്നാണ്? നന്മതിന്മകളെ കുറിച്ച് അതിന്റെ വൃക്ഷഫലം തിന്നിട്ട് ദൈവത്തെ പോലെ ആകുമെന്ന് പറഞ്ഞു ബലാത്കാരനെ അതിനുവേണ്ടി ശ്രമിച്ചു. ദൈവത്തെ പോലെ ആകുവാനായിട്ട് ശ്രമിച്ചു. ദൈവത്തെ പോലെ ആകുന്നതിന് ദൈവം എതിരല്ല കേട്ടോ. ദൈവം പറയുന്നത് എന്താണ്? എന്റെ പിതാവ് സൽഗുണപൂർവനാകുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർവനാകുവിൻ. നിങ്ങൾ ദൈവത്തെ പോലെ ആകുവിൻ എന്നാണ് ആര് പറയുന്നത്? കർത്താവ്. പക്ഷെ അതിന് ദൈവം വെച്ചിട്ടുള്ള വഴിയുണ്ട്. പക്ഷെ ഇവർ ചെയ്തതെന്നാണ്? നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ പ്രശ്നം വന്നിട്ട് ദൈവത്തെ പോലെ ആകാൻ ശ്രമിച്ചു. സെയിം ഇവിടെയും മോൻ ഹാം ചെയ്തതെന്നാണ്? അപ്പന്റെ ഭാര്യയോട് കൂടെ കടന്നിട്ട് അപ്പന്റെ സ്ഥാനത്തെത്തുവാനായിട്ട് അവൻ മത്സരിച്ചു. ആദ്യം പിറന്ന മകനാണ് ആര്? കാനാൻ. മനസ്സിലാവും? അതുകൊണ്ടാണ്
ശ്രമിക്കുന്നത്? ഹാമല്ലേ തെറ്റിയത്? എന്തിനാ കാണാൻ ശ്രമിക്കുന്നത്? ചിന്തിച്ചേ. അതിൽ പിറന്നവൻ മനസ്സിലായോ? ആ തെറ്റായ പ്രവൃത്തിയിൽ പിറന്നവനെ കർത്താവ് ശപിക്കുന്നു. നോഹ ശപിക്കുന്നു. നോഹ ഹാമിന്റെ പുത്രനെ കാനാനെ ശപിക്കുന്നു. കാനാൻ ശപിക്കപ്പെട്ടവൻ. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? തിന്മ കടന്നു പോകുന്നത് മനുഷ്യന്റെ ജീവിതത്തിൽ അല്ലേ? ഭൂമിയിലെ പ്രളയം കൊണ്ട് സകലത്തെ നശിപ്പിച്ച് പ്യുവറായിട്ടുള്ള വിശുദ്ധമായിട്ടുള്ള ഒരു കുടുംബത്തെ ശേഷിപ്പിച്ചു. പക്ഷെ അതിൽ നിന്ന് പോലും പിശാച് കടന്ന് നമ്മളെ തെറ്റിപ്പിച്ചു കളഞ്ഞു. അതുകൊണ്ടാണ് ദൈവം പറയുന്നത് മനുഷ്യൻ എല്ലാ കാലത്തും എന്താണ്? സ്വസ്നേഹികളാണ്. ഇവിടെ പറയുന്നത് എല്ലാ കാലത്തും അവന്റെ ഉള്ളിൽ ദൈവാത്മാവ് വാദിച്ചുകൊണ്ടിരിക്കത്തില്ല. അവൻ തെറ്റ് ചെയ്യും. പ്രിയമുള്ളവരെ, മനുഷ്യന്റെ ജീവിതം തെറ്റ് കടന്നു. പക്ഷെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ദൈവസഭത്തിന്റെ അനുഭവത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതായിരിക്കണം. അവരെ ഈ നോഹയുടെ ട്രാക്കിലൂടെ എങ്ങനെ വംശാവലി പറയുമ്പോൾ കൊണ്ടുപോകുന്നത് പോലെ വിശുദ്ധ ജനമായ ദൈവം, പ്യൂരിറ്റിയുള്ള ജനമായ ദൈവം എന്ത് ചെയ്യും? ശേഷിപ്പിക്കും. പലരും പറയുന്നത് ദൈവം പക്ഷപാതമുള്ള ദൈവമാണ്. അതുകൊണ്ടാണ് ഇസ്രായേലിനെ തെരഞ്ഞെടുത്ത് പ്രത്യേകമായി അവർക്ക് പ്രിവിലേജ് കൊടുത്ത് അവരെ സംരക്ഷിച്ചത്. അല്ല. ദൈവം എല്ലാവരെയും ഒരുപോലെ കണ്ട്, പക്ഷെ അവർ തെറ്റി ദൈവത്തിൽ നകന്ന് തോന്നിയതുപോലെ ജീവിക്കാനൊക്കെ ശ്രമിച്ചു. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? തന്നോട് ചേർന്ന് നിന്നവരെ തെരഞ്ഞെടുത്ത് അവരെ പ്രത്യേകം ഒരു പ്രിവിലേജ് കൊടുത്തു. ഹല്ലേലൂയ. പലരും പാപം ചെയ്യും ദേശത്ത്. പക്ഷെ നീ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവനാണ്. നീ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവളാണ്. നീ ദൈവം ആഗ്രഹിക്കുന്നതേ ചെയ്യാവൂ. ഹല്ലേലൂയ. എടുക്കേണ്ട തീരുമാനമാണത്. അല്പം കൂടെ നമുക്കൊന്ന് മുന്നോട്ട് പോകാം. അല്പം കൂടെ ശേഷം കാനാൻ ശപിക്കപ്പെട്ടവൻ എന്ന് പറയുന്നു. 11-ാമത്തെ അധ്യായത്തിലേക്ക് വരാമോ? 11-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് അല്പം കൂടെ മുമ്പോട്ട് വരാം. 10-ാം അധ്യായത്തിന് പിറകോട്ട് വരാം. 10-ാം അധ്യായം 6-ാം വാക്യം. ഹാമിന്റെ പുത്രന്മാർ കൂശ്, മിസ്രയീം, പൂത്ത്, കാനാൻ. കൂശിന്റെ പുത്രന്മാർ സബ, ഹവീല, സബ്ത, രാമ, സബ്തക. രാമയുടെ പുത്രന്മാർ ശെബയും ദേദാനും. അടുത്ത് പറയുന്നു കൂശ് നിമ്രോദിനെ ജനിപ്പിച്ചു. അതും കൂടെ പറഞ്ഞിട്ട് ഞാൻ ഇന്ന് നടത്തും കേട്ടോ. കൂശ് നിമ്രോദിനെ ജനിപ്പിച്ചു. അപ്പൊ ഈ പറഞ്ഞവരൊക്കെ രാജ്യങ്ങളായും ദേശങ്ങളായിട്ടൊക്കെ മാറിയവരാണ്. അതിൽ പറയുന്നുണ്ട് കാനാൻ ഒരു ദേശമായി, കൂശ് ഒരു ദേശമായി. ഇവിടെ പറയുന്നത് മിസ്രയീം ഏതിൽ നിന്ന് വന്നതാണ്? മിസ്രയീം ഏതിൽ നിന്ന് വന്നതാണ്? ഹാമിന്റെ സന്തതിയിൽ നിന്ന് വന്നതാണ്. മനസ്സിലാവുന്നുണ്ടോ? വന്നതാണ്. അപ്പോ ഇവിടെ ഇവരുടെ പേരൊക്കെ പറയുന്നുണ്ട്. ഇവിടെ 9-ാമത്തെ വാക്യം കൂശ് നിമ്രോദിനെ ജനിപ്പിച്ചു. അവൻ ഭൂമിയിൽ ആദ്യ വീരനായി, അവൻ ശക്തനായി. അവൻ യഹോവയുടെ മുമ്പാകെ നായാട്ടുവീരനായി. അവൻ എങ്ങനെ പറഞ്ഞു? ട്രാൻസ്ലേഷൻ വ്യക്തമായിട്ട് പഠിച്ചാൽ അവൻ യഹോവയ്ക്കെതിരെ പോരാടിയവനായി, ദൈവത്തിനെതിരെ യുദ്ധം ചെയ്തവനാണ്. ആര്? നിമ്രോദ്. അവിടെ പറയുന്നു അവൻ അതുകൊണ്ട് യഹോവയുടെ മുമ്പാകെ നിമ്രോദിനെ പോലെ എന്ന് ഒരു പഴഞ്ചൊല്ലുണ്ട്. 10-ാം വാക്യം. അവന്റെ രാജ്യത്തിന്റെ ആരംഭം ശീനാർ ദേശത്ത് ബാബേൽ, യെരക്, അക്കാദ്, കൽനെ എന്നിവയായിരുന്നു. ഇതെവിടെ കേട്ടിട്ടുണ്ടോ? ശീനാർ ദേശത്ത് ബാബേൽ കേട്ടിട്ടുണ്ടോ? ശീനാർ ദേശത്ത് ബാബേൽ. വേദപുസ്തകം മുമ്പോട്ട് നമുക്ക് പോകണം. 11-ാമത്തെ അധ്യായം 10-ന്റെ 32. ഇങ്ങനെ ജാതിയായി കുലകുലമായി നോഹയുടെ പുത്രന്മാർ അവരിൽ നിന്നാകുന്നു ജലപ്രളയത്തിന് ശേഷം ഭൂമിയിലൊക്കെയും ജാതികൾ ഉണ്ടായിരുന്നു. 11-ാം അധ്യായം. ഭൂമിയിലെല്ലാം ഒരു ഭാഷയായിരുന്നു. അവരെല്ലാവരും എന്ത് ചെയ്യുന്നറിയാമോ? എന്നാൽ അവർ കിഴക്കോട്ട് യാത്ര ചെയ്ത് സീനാർ ദേശത്ത് ഒരു സമഭൂമി കണ്ട് അവിടെ കൂടിയിരുന്നു. വഴിയിൽ നാം ഇഷ്ടിക അറുത്ത് ചുടുക എന്ന് പറഞ്ഞ് അവർ ഇഷ്ടിക കല്ലായി പശമണ്ണ് കുമ്മായമായി ഉപയോഗിച്ച് എന്ത് ചെയ്തു? ഭൂതലത്തിലൊക്കെയും പേരുണ്ടാകുവാൻ എന്ത് ചെയ്തു? ഗോപുരം പണിതു. ഹല്ലേലൂയ. ആരാണ് സീനാർ ദേശത്തിന്റെ അധിപനായിരുന്നത്? അല്ലെങ്കിൽ സീനാർ ദേശത്തെ അധികാര പരിധിയിലാക്കി അല്ലെങ്കിൽ ആസ്ഥാനമാക്കി ഭരിച്ചത്? നിമ്രോദ്. ആരാണ് നിമ്രോദ്? ഹാമിന്റെ മറ്റൊരു പുത്രനായ കൂശിന്റെ മകൻ. അപ്പൊ മനസ്സിലായോ? തിന്മ കടന്നു വരുന്ന വഴി മനസ്സിലാവുന്നുണ്ടോ?
അതുകൊണ്ടാണ് ഇത് ഞാൻ പറഞ്ഞ് ഒന്ന് മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കുന്നത്, നിങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കിച്ചു തരാനായിട്ട് ശ്രമിക്കുന്നത്. നിമ്രോദ് ദൈവത്തിനെതിരെ മത്സരിച്ചവനാണ്, മനസ്സിലായോ? തനിക്ക് വേണ്ടി ഒരു പേരുണ്ടാക്കാൻ ശ്രമിച്ചവനാണ്. ആകാശത്തോളം എത്തുന്ന ഗോപുരം പണിയുവാനായിട്ട് അവൻ ശ്രമിച്ചു. ഉദ്ദേശം എന്താണെന്ന് അറിയാമോ? പ്രളയം ഉണ്ടായാലും ഞാൻ നിൽക്കൂടാ, ദൈവത്തോട് വെല്ലുവിളിച്ചു. മനസ്സിലാവുമല്ലോ? ലാമേക്കിന്റെ പറച്ചില് പോലെ, കൈന്റെ മകൻ ലാമേക്കിന്റെ പറച്ചില് പോലെ, ഞാൻ കൊല്ലൂട, ഞാൻ പകരം ചെയ്യൂല, ജഡത്തിന്റെ പ്രവൃത്തി. ഇവിടെ ഇതാ സകലത്തെ മുടിച്ചു, സകലത്തെ കൊന്നുകളഞ്ഞെങ്കിലും നോഹയിൽ ശേഷിച്ച 3 എണ്ണത്തിൽ 1 അവനെ പിശാച് കയറി, അവൻ തിന്മയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ ദൈവം എന്ത് ചെയ്തു? ഇത് ശരിയാവില്ല എന്ന് ദൈവത്തിനറിയാം. ദൈവം ഇറങ്ങി വന്നവരുടെ ഭാഷ കലക്കി കളഞ്ഞു. വിശദീകരിക്കുന്നില്ല. അവർക്ക് പരസ്പരം പറയുന്ന മനസ്സിലാകാതെ എന്ത് ചെയ്തു? ഒരേ ഭാഷ സംസാരിക്കുന്നത് ഓരോ ഇടത്തേക്ക് ചിതറിപ്പോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം എല്ലാ കാലത്തും പ്രിയമുള്ളവരെ അവനോട് ചേർന്ന് നിൽക്കുന്നവനെ ചേർത്ത് പിടിക്കും. ഹല്ലേലൂയ. പക്ഷെ ദുഷ്ടത പ്രവർത്തിക്കുന്നവനെ വഴിവഴിപ്പിൽ നിർത്തിയിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലുള്ള ദുഷ്ട സ്വഭാവത്തെ, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത അനുഭവങ്ങളെ ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണം പ്രാപിക്കണം. ഹല്ലേലൂയ. അതിനു വേണ്ടിയിട്ടാണ് 8 ദിവസം നമ്മൾ ദൈവസന്നിധിയിൽ അടുത്തു വന്നിരിക്കുന്നത്. 8 ദിവസം ദൈവസന്നിധിയിൽ അടുത്തു വന്നിരിക്കുന്നത്. കോപം മാറ്റി തരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കും. കയ്യിൽ കോപമുണ്ടായിരുന്നു, ശുദ്ധീകരണം. പകരം ചെയ്യുന്ന മനോഭാവം, പകപോക്കലിന്റെ മനോഭാവം, അത് അശുദ്ധാത്മാവാണ്, അശുദ്ധിയുടെ പ്രവൃത്തിയാണ്, സാത്താന്റെ പ്രവൃത്തിയാണ്, തിന്മയുടെ പ്രവൃത്തിയാണ്. കർത്താവിന്റെ രക്തത്താലിനെ കഴുകണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം. ദൈവത്തിന്റെ പുത്രന്മാർ, മനുഷ്യരുടെ പുത്രന്മാർ, നമ്മൾ പഠിച്ചില്ലേ? ദൈവത്തോട് ആരാണോ ചേർന്ന് നിൽക്കുന്നത് അവർ ദൈവത്തിന്റെ മകനാണ്, ദൈവത്തിന്റെ മകളാണ്. ഹല്ലേലൂയ. അതേസമയം പാപത്തിൽ ജീവിക്കുന്നവൻ തിന്മയുടെ മനുഷ്യന്റെ പുത്രന്മാരാണ്. ഹല്ലേലൂയ. മനസ്സിലാക്കുക, തിരിച്ചറിയുക, ആരാകണമെന്ന് തീരുമാനിക്കുക. ദൈവമക്കളാകണമോ തിന്മയുടെ മനുഷ്യ മക്കളാകണമോ എന്ന് ചിന്തിക്കുക. ജഡപ്രകാരം ജീവിക്കണമോ ആത്മാവിനനുസരിച്ച് ജീവിക്കണമോ തീരുമാനിക്കുക. വന്നുപോയ കളങ്കങ്ങളൊക്കെ കഴുകുവാൻ ഒരു അവസരം ദൈവം നമുക്ക് വച്ചു കിട്ടുമ്പോൾ ദൈവസന്നിധിയിൽ ഏറെ വിനയപ്പെട്ടുകൊണ്ട് നമുക്ക് ദൈവത്തോട് പറയുവാനായിട്ട് കഴിയണം. കർത്താവേ, നിന്റെ ഇഷ്ടപ്രകാരം ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ. ഹല്ലേലൂയ. ഒരു സമർപ്പണത്തോടെ ദൈവസന്നിധിയിൽ നമുക്ക് തന്നെ നൽകാമോ? നമുക്ക് എല്ലാവർക്കും ഇരിക്കുന്ന ഇരിപ്പിൽ നിന്ന് എഴുന്നേൽക്കാം.